വണ്ടിപ്പെരിയാറിൽ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പ്രായം എന്ന് പറയുന്നത് വളരെ ചെറുപ്പമാണ്, 90 വയസ്സുകാരിയാണ് കേട്ടോ. അവർ പട്ടിണിയാണ്, അവർക്കൊരു മാർഗ്ഗവുമില്ല കഴിയാൻ. ആകെപ്പാടെ ക്ഷേമ പെൻഷൻ മാത്രമേ ഉള്ളൂ അവർക്കുള്ള വരുമാനം എന്ന് പറയുന്നത്. അല്ല, 90 വയസ്സായ ഒരു സ്ത്രീ എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് അത് കിട്ടുന്നില്ല. അങ്ങനെ പട്ടിണിയായപ്പോൾ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കസേര എടുത്ത് റോഡിനടുക്കിട്ട് അതിലങ്ങിരുന്നു. ആ, പരസ്യമായിട്ട്. കാരണം പെൻഷൻ കിട്ടാതെ അവർ പോവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ അവിടെ ട്രാഫിക്കും ഒക്കെ മുടങ്ങി, മൊത്തം വളരെ ബുദ്ധിമുട്ടായി. അവസാനം പിന്നെ പോലീസ് വന്ന് വളരെ കഷ്ടപ്പെട്ട് അനുനയിപ്പിച്ച് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നുള്ളതാണ്. അവർ നാളെ ഇറങ്ങും. കാര്യം വേറെ മാർഗ്ഗമില്ല, അവർക്ക് പണം കിട്ടിയില്ല, അവരെങ്ങനെ ജീവിക്കും? ഈ ക്ഷേമ പെൻഷൻ ഈ 90-കാരിക്ക് കിട്ടുന്നില്ല. ഇതേപോലാണ് ഒരുപാട് ആളുകൾക്ക് കഷ്ടപ്പെടുന്നത്. അതെല്ലാം കാണാതെ ഇപ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതെ ആ ക്ഷേമ പെൻഷന് വേണ്ടി ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് സെസ്സൊക്കെ ഏർപ്പെടുത്തി നമ്മുടെ കയ്യിൽ നിന്ന് ഓരോന്ന് പണം വാങ്ങുന്നത്, പിടിച്ചു വാങ്ങുന്നത്. ആ പണമൊക്കെ എങ്ങോട്ട് പോവുകയാണ്? അതൊക്കെ എങ്ങോട്ട് പോകുന്നു ആ പണമൊക്കെ? അത് ഇതുപോലെ കറങ്ങി നടക്കാനും കേട്ടോ, നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനും ആ രീതിയിൽ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലവായിലേക്ക് പോവുകയാണ്. അതാണ് ചിലവായിപ്പോയി എന്ന് പറയും. പണം ചിലവായിപ്പോയി കേട്ടോ. ഇതാണ് കാര്യം. ഈ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, അവർക്ക് ആകെപ്പാടെയൊക്കെ കിട്ടുന്ന പെൻഷൻ അതേ ഉള്ളായിരുന്നു. അവർക്ക് ആ പെൻഷന് വേണ്ടി അതിന് പറഞ്ഞെന്താ, അവർക്ക് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. കേട്ട് കഴിഞ്ഞാൽ അവർ ടാറ്റയും ബിർളയും അല്ലെങ്കിൽ അതേപോലെ അംബാനി അദാനി മോഡലിലാണ് അവരുടെ ജീവിതം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രീതിയിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നതും അസത്യം പ്രചരിപ്പിച്ച് പോവുകയാണ്. അവസാനം അവർ മനസ്സിലാക്കി. അവർക്ക് പിന്നെ അവസാനം തിരിച്ചറിഞ്ഞപ്പോൾ എന്താണ്, അവർക്ക് കിട്ടാനുള്ള ഒരു ശകലം പെൻഷൻ അങ്ങാണ്ട് കൊടുത്തു. അതേപോലെ തന്നെ വേറെ ഒരു മനുഷ്യൻ ഈ ക്ഷേമ പെൻഷൻ ഇല്ലാതെ ആത്മഹത്യ ചെയ്തല്ലോ, കിട്ടാതെ. അപ്പോൾ പറഞ്ഞെന്താ, അത് അങ്ങനെയല്ല, അത് കൊടുത്തതാണ് കഴിഞ്ഞ മാസം, അതായത് ഡിസംബറിലെ പെൻഷൻ വരെ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ആകെ ഒരു മാസത്തെ പെൻഷൻ 5 മാസത്തെ കുടിശ്ശിക വരുത്തിയിട്ട് 1 മാസത്തെ പെൻഷൻ കൊടുത്തതാണ് ഈ പറയുന്നത്. 5 മാസം കുടിശ്ശിക, അതിൽ 1 മാസത്തെ പെൻഷൻ കൊടുത്തതാണ് ഈ വലിയ കാര്യമായിട്ട് പറയുന്നത്. പെൻഷൻ കിട്ടത്തിൻ്റെ അല്ല, പെൻഷൻ കഴിഞ്ഞവരെ കൊടുത്തതല്ലേ. ഇതൊക്കെ ഇത്രത്തോളം കള്ളങ്ങൾ, പച്ച കള്ളങ്ങൾ പറയാൻ ഇവർക്ക് ആർക്കും നാണമില്ലേ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഒരു ഉളുപ്പുമില്ലല്ലോ. അതാണ് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് കള്ളങ്ങൾ പടച്ചു വിടുക, കള്ളങ്ങൾ വിളിച്ചു പുലമ്പുക, ഇതെല്ലാം അങ്ങ് പറയും. ഈ ജനങ്ങൾ തൊണ്ട തൊടാതെ ഇത് വിഴുങ്ങിക്കൊണ്ടിരിക്കുക എന്നാണ് ഇവരുടെ ധാരണ. അത് ശരിയല്ല. ഇത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് എന്നൊന്ന് മനസ്സിലാകണം. ഇപ്പൊ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞൊരു ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു വിവരമില്ലാതെ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. ആ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് ആളുകളെ ഇന്ന് പണം പിടിച്ചു. അതെല്ലാം കൂടെ അവസാനം സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിലേക്ക് അങ്ങ് പോവുകയാണ്. 8,000 കോടി ഇതുവരെ ആയി കേട്ടോ. ഇപ്പം ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയാ ഒരു 30% ആളുകൾക്ക് പെൻഷനായിട്ട് കിട്ടണം. ശമ്പളത്തിൻ്റെ പകുതിയാണ് യഥാർത്ഥ പെൻഷൻ എന്ന് പറയുന്നത്. ആ പെൻഷൻ എന്ന് പറയുന്നത് ബേസിക് പേയുടെ പകുതി ആ പെൻഷൻ, അതിൻ്റെ DAയും കിട്ടും. അപ്പോൾ അതൊരു 30% ആളുകൾക്ക് കിട്ടണമെന്നാണ് ഇന്ന് നമ്മുടെ ധനമന്ത്രിയുടെ കാഴ്ചപ്പാട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല അതിനകത്തുനിന്ന്. ഇപ്പം ഈ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് പോകുന്നവർക്ക്, പെൻഷനാവുന്നവർക്ക് ഒന്നും കിട്ടത്തില്ല. ആ കിട്ടുന്നത് അത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കവർന്നെടുത്തു എന്നുള്ളതാണ്. ഗ്രാറ്റുവിറ്റി, അവർക്ക് ഗ്രാറ്റുവിറ്റി ഇല്ല. ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നാൽ അത് മാറ്റിവെക്കപ്പെട്ട വേതനമാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന സാധനം. അത് മാറ്റിവെക്കപ്പെട്ട ഈ വേതനം അത് അവർക്ക് കിട്ടുന്നില്ല, അതില്ല. അത് ഒക്കെ ഡിനൈ ചെയ്തുകൊണ്ടാണ് ഈ പങ്കാളിത്ത പെൻഷൻ എന്നും പറഞ്ഞ് ഈ ജോലി ചേർന്ന് ഈ പങ്കാളിത്ത പെൻഷൻ അതാണ് പിന്നെ ചേരുന്നത്. അവർ പണം അങ്ങോട്ട് അടയ്ക്കണം, പെൻഷൻ ആവുന്നതിന് കിട്ടാനുള്ള പണം അടയ്ക്കണം. അത് അടച്ചു കഴിഞ്ഞപ്പോൾ 8,000 കോടി രൂപ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലായി. ഇനി അത് തിരികെ വാങ്ങണം, അത് തിരികെ ചോദിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം കേട്ടോ. ചോദിച്ചാൽ വലിയ കാര്യമാണ്. കാരണം എന്താ, വേറെ 2-3 സ്റ്റേറ്റ് ഇതുപോലെ ചോദിച്ച് അവരുടെ ആ സ്കീം അവർ മാറ്റിയിട്ട് ഈ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന വർക്കബിൾ അല്ലാത്തത് കൊണ്ട് അവരത് മാറ്റിയിട്ട് അവർ സെൻട്രൽ ഗവൺമെൻറ്റിൽ അവർ അടച്ച പൈസ ചോദിച്ചു. ഒരു മറുപടി ഇന്നുവരെ കൊടുത്തിട്ടില്ല. അത് തന്നെ എവിടെ സംഭവിക്കാൻ പോകുന്നത്? ഇനി അതിന് സമരത്തിന് വേണ്ടി ഇറങ്ങണം, കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങണം. 8,000 കോടി രൂപ ഇതുപോലെ പങ്കാളിത്ത പെൻഷൻ അത് വാങ്ങിയെടുത്താൽ അതെങ്കിലും തിന്നാമല്ലോ. അത് വാങ്ങിയെടുത്ത് ഇവർക്ക് കൊടുക്കാനൊന്നുമല്ല ഈ വാങ്ങിയെടുക്കാൻ പോകുന്നത്. ഈ വിരമിച്ച ഈ പെൻഷനേഴ്സിൻ്റെ കയ്യിലൊന്നും ഒരിക്കലും പോകത്തില്ല. അത് കിട്ടത്തില്ല അവർക്ക്. ആ രീതിയിലാണ് നമ്മുടെ നാട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.